സംസ്ഥാനത്ത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് സിബിഐ. കേരളത്തിലെ എല്ലാ കേസുകളും സിബിഐ അന്വേഷിക്കും. രാജ്യവിരുദ്ധ ശക്തികൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചോ എന്നും അന്വേഷിക്കുന്നുണ്ട്. സിബിഐക്ക് അനുമതി നൽകി സർക്കാർ പുതിയ വിജ്ഞാപനം പുറത്തിറക്കി. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, ഈ ഉത്തരവിൽ വിജ്ഞാപനത്തിൽ എന്താണ് വ്യക്തമാക്കുന്നത്? സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കണ്ടെത്തിയ കേസ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു. ഇക്കാര്യത്തിൽ ദേശവിരുദ്ധ ശക്തികളുടെയൊക്കെ വളരെ കൃത്യമായ പങ്ക് സംശയിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അന്വേഷണം സിബിഐക്ക് മാറാൻ പോകുന്നത്. വിവരങ്ങൾ നീലിമ, 2021 ജൂലൈയിലാണ് കോഴിക്കോട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയത്. കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസുകൾ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പോലീസിന് കൈമാറുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തത്. ലക്ഷക്കണക്കിന് രൂപയുടെ ആധുനിക ഉപകരണങ്ങൾ ഉൾപ്പെടെയായിരുന്നു ഇവിടെ നിന്ന് പിടിച്ചെടുത്തത്. സംഭവത്തിൽ 3 പേരെ അന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൂടുതൽ വിപുലമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചതാണ്. ഇതിന്റെ പ്രകാരം അന്വേഷണം നടത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. ഈ അറസ്റ്റ് ിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മലപ്പുറത്ത് ഉൾപ്പെടെ ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തിയത്. ഒരുപക്ഷെ സംസ്ഥാനത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് ഈ രീതിയിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ തന്നെ കേന്ദ്ര ഇന്റലിജൻസിന് ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. പ്രധാനമായും ഈ അന്താരാഷ്ട്ര ഫോൺ കോളുകൾ അട്ടിമറിച്ചുകൊണ്ട് അത് ഭീകര പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുക. കാരണം ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനം രാജ്യവിരുദ്ധമാണ്. അത് ഉപയോഗിക്കുന്നത് ഭീകര പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ഹവാല ഇടപാടുകൾക്കും സ്വർണ്ണക്കടത്തിനുമൊക്കെയാണ് എന്നതായിരുന്നു കേന്ദ്ര ഇന്റലിജൻസ് കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. പിന്നീട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടായിരുന്നു ഈ അന്വേഷണം തുടർന്ന് വന്നത്. ഈ കേസിൽ ഉൾപ്പെട്ടവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കർണാടകയിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്തു. മാത്രമല്ല ഭീകര പ്രവർത്തനങ്ങൾക്കായി ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഉപയോഗിച്ചോ എന്ന് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ദേശീയ അന്വേഷണ ഏജൻസിയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വിശദമായി തന്നെ നടത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലും കൂടുതൽ പേരെ പ്രതിയേർക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തു. മാത്രമല്ല 46 കോടി രൂപയാണ് ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിപ്പിച്ച പ്രതികളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നത്. ദുബായിൽ നിന്നാണ് ഈ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയതെന്ന് കണ്ടെത്തിയിരുന്നു. വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ പണം അയച്ചു എന്നായിരുന്നു ഏറ്റവും പ്രധാനമായും കണ്ടെത്തിയത്. ദേശീയ അന്വേഷണ ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും വിശദമായി തന്നെ നടത്തിയിരുന്നു. മാത്രമല്ല ഈ 46 കോടി രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിയ സാഹചര്യം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കത്ത് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ പ്രത്യേകമായി അന്വേഷണം നടത്തുകയും ചെയ്തു. സംസ്ഥാനത്ത് 4 കേസുകളായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്തത്. അതിൽ 2 കേസുകൾ കോഴിക്കോടും 2 കേസുകൾ മലപ്പുറം ജില്ലയിലുമാണ്. ഈ 2 ജില്ലകളിലാണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നുവെന്ന് കണ്ടെത്തിയത്. കൂടുതൽ ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം തന്നെ വേണമെന്ന ആവശ്യം സംസ്ഥാന പോലീസ് മുന്നോട്ട് വെച്ചിരുന്നു. കാരണം പോലീസിന് ഇക്കാര്യത്തിൽ പരിമിതികളുണ്ട്. വിശദമായ അന്വേഷണം വേണം. മറ്റ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ അന്വേഷണം നടത്തേണ്ട സാഹചര്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി ശുപാർശ നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിക്ക് പുറമെയാണ് സിബിഐ കൂടി ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. നേരത്തെ 2 കേസുകളായിരുന്നു സിബിഐ അന്വേഷിച്ചെങ്കിൽ സംസ്ഥാനത്തെ മുഴുവൻ കേസുകളും നിലവിലിപ്പോൾ സിബിഐക്ക് കൈമാറിക്കൊണ്ടാണ് പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. പോലീസ് രജിസ്റ്റർ ചെയ്ത 4 കേസുകൾക്ക് പുറമെ ഈ അന്വേഷണത്തിൽ കൂടുതൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് സിബിഐക്ക് അനുമതി നൽകിയിട്ടുണ്ട്. അതായത് സംസ്ഥാനത്തൊട്ടാകെയുള്ള ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. ഇതിന് പിന്നിലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ സിബിഐ അന്വേഷിക്കും. അത്തരമൊരു നീക്കത്തിലേക്കാണ് നിലവിൽ കടക്കുന്നത്. നേരത്തെ തന്നെ ഭീകരർ ഈ തരത്തിലുള്ള സേവനങ്ങൾ, അതായത് ഈ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത ഈ ദേശീയ അന്വേഷണ ഏജൻസി മുന്നോട്ട് വെച്ചിരുന്നു. പോലീസിനും ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ലഭിച്ചിരുന്നു. മാത്രമല്ല സ്വർണ്ണക്കടത്ത് കേസിൽ നേരത്തെ ഉൾപ്പെട്ടിരുന്ന റമീസിന് ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ നേരത്തെ പോലീസിനും അതുപോലെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസിക്കുമൊക്കെ ലഭിച്ചതാണ്. മാത്രമല്ല വിദേശത്ത് നിന്ന് കൃത്യമായി സഹായം ഈ ടെലിഫോൺ എക്സ്ചേഞ്ചുകൾക്ക് ലഭിച്ചിരുന്നു എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിലൂടെ അടിസ്ഥാനത്തിലാണ് ഏതായാലും സിബിഐ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് രജിസ്റ്റർ ചെയ്ത 4 കേസുകൾക്ക് പുറമെ സംസ്ഥാനത്തൊട്ടാകെ ഇത് സംബന്ധിച്ച അന്വേഷണം നടക്കും. രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് പോവുകയും പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ സിബിഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും. പ്രതികളെ പിടികൂടാനുള്ള നീക്കങ്ങൾ തന്നെ സിബിഐ നിലവിൽ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊപ്പമാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തേക്ക് എത്തിയ പണം 46
കോടി രൂപയാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ കൂടുതൽ തുക എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ അക്കൗണ്ടുകൾ വഴിയാണ് ഈ പണം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്, ആരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കാണ് എത്തിയിരിക്കുന്നത്, ഈ അക്കൗണ്ടുകളിൽ പണം എത്തിയ ശേഷം അവർ ഏതൊക്കെ തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ സംസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചും വിശദമായ അന്വേഷണത്തിലേക്ക് പോവുകയാണ്. അതായത് കേന്ദ്ര ഏജൻസികൾ ഒന്നാകെ ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നീലിമ, രാജീവ്, ഈ വിദേശത്ത് നിന്നും വരുന്ന ടെലിഫോൺ കോളുകൾ ടെലികോം വകുപ്പ് അറിയാതെ ഉപഭോക്താക്കൾക്ക് എത്തിക്കുകയാണല്ലോ ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇതിന് സമാനമായി രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിലും നിരവധി കേസുകൾ ഇത്തരത്തിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നതായി ടെലികോം വകുപ്പ് തന്നെ പരാതി നൽകുകയും അതിൽ വലിയ അന്വേഷണം നടക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് തൃക്കാക്കര സ്വദേശി നജീബ് എന്നയാൾ, അതുപോലെ തൊടുപുഴ വണ്ണപ്പുറം സ്വദേശി മുഹമ്മദ് റസൽ, ഈ രണ്ടുപേർ പോലീസിന്റെ പിടിയിലാകുന്ന സാഹചര്യമുണ്ട്. അതായത് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഏതാനും ചില ജില്ലകളിൽ മാത്രമല്ല, കേരളത്തിൽ വ്യാപകമായി ഇത്തരത്തിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വളരെ കൃത്യമായ നിഗമനത്തിൽ നമ്മുടെ ഏജൻസികൾ ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാകാം. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിൽ വിപുലമായ ഒരു അന്വേഷണം CBI നടത്താൻ പോകുന്നത്. അങ്ങനെ അനുമാനിച്ചുകൂടെ രാജീവ്? തീർച്ചയായും നീലിമ, വളരെ ഗുരുതരമായൊരു സാഹചര്യം തന്നെയാണ് ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതായത് സംസ്ഥാനത്ത് ഈ ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുകയും ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിനെ കബളിപ്പിക്കുന്നു എന്നതിനും അപ്പുറത്തേക്ക് ഈ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് സഹായകമായി ഇത് മാറുന്നു. നീലിമ സൂചിപ്പിച്ചതുപോലെ ഈ കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നു എന്ന വിവരം നേരത്തെ തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ബംഗ്ലാദേശികളായ ചിലർ ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിദേശത്തേക്ക് വിളിച്ചു എന്ന് കണ്ടെത്തുന്ന സാഹചര്യവും ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ടും വിശദമായ അന്വേഷണം നേരത്തെ ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയതാണ്. അതായത് കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ തെളിവുകൾ നേരത്തെ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിക്കുകയും അതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, അതായത് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് രഹസ്യമായി സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ നടത്തുകയും ചെയ്യുന്നു എന്നായിരുന്നു ആദ്യ കണ്ടെത്തൽ. പിന്നീടാണ് ഈ സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന കണ്ടെത്തലിലേക്ക് എത്തിയത്. അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള കേസുകളുടെ അന്വേഷണത്തിൽ നിലവിൽ പോലീസിന് പരിമിതി ഉള്ളതുകൊണ്ട് തന്നെയാണ് നിലവിൽ അത് CBIക്ക് കൈമാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിജ്ഞാപനത്തിൽ കൃത്യമായി പറയുന്നത്, കേരളത്തിലെ ഏത് ജില്ലകളിലും CBIക്ക് അന്വേഷണം നടത്തുന്നതിന് തടസ്സമില്ല, പ്രതികളെ പിടികൂടുന്നതിന് തടസ്സമില്ല, കേസുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതിന് തടസ്സമില്ല എന്ന് വിജ്ഞാപനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ആ രീതിയിൽ വിജ്ഞാപനം പുതുക്കി ഇറക്കിയതും അതുകൊണ്ട് തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ ഇത്തരത്തിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം തന്നെ വേണമെന്നാണ് CBIയുടെ ആവശ്യം, കേന്ദ്ര ഏജൻസികളുടെ ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. നീലിമ, രാജീവ്, ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് ഒക്കെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ വൻതോതിൽ മുതൽ മുടക്ക് ആവശ്യമാണ്, വലിയ സാങ്കേതിക വിദ്യ ആവശ്യമാണ്. അപ്പോൾ ഇതിനെല്ലാം ആരാണ് ഇത്തരത്തിൽ ഫണ്ട് നൽകുന്നത് എന്നതുകൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരികയല്ലേ? തീർച്ചയായും നീലിമ, 46 കോടി രൂപയാണ് സംസ്ഥാനത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നത്. അതായത് ഇതിന് ഉപകരണങ്ങൾ വാങ്ങണമെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ടി വരും. ഓരോ സ്ഥലത്തും ഈ രീതിയിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുക, സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യങ്ങൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. അതിനെ പോലും കബളിപ്പിച്ചുകൊണ്ട് ഈ സമാന്തരമായി ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ രാജ്യവിരുദ്ധ ശക്തികൾക്ക് വേണ്ടി ഈ സഹായങ്ങൾ കേരളത്തിൽ നിന്ന് നൽകുകയും ചെയ്യുന്നു എന്ന കണ്ടെത്തലിലേക്കായിരുന്നു ആദ്യഘട്ടത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെ എത്തിയത്. ഏതായാലും ഈ 46 കോടി രൂപ എത്തിയിരിക്കുന്നത് ദുബായിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ദുബായിൽ നിന്നാണ് ആ പണം സംസ്ഥാനത്തെ വിവിധ ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ദുബായിലെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് ഈ പണം ദുബായിലെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 46 കോടി രൂപ വിവിധ ആളുകളിലേക്കാണ് എത്തിയിരിക്കുന്നത്. അവരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മറ്റൊരു വിശദമായ അന്വേഷണം നടക്കുന്നത്. അക്കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സഹായം തേടിയതും അതുകൊണ്ട് തന്നെയാണ്. അതായത് ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കണ്ടെത്തിയ സംഭവത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കേന്ദ്ര ഏജൻസികൾ കാണുന്നു. 3 തലത്തിലുള്ള അന്വേഷണം നടക്കുന്നു. ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുന്നത് ദേശീയ അന്വേഷണ ഏജൻസിയാണെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് CBI വരുന്നു. അതായത് CBI കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് പോകുന്നു. പ്രതികളെ പിടികൂടുകയാണെങ്കിൽ വിചാരണ ഉൾപ്പെടെയുള്ള നടപടികൾ ഈ പ്രതികൾ നേരിടേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇതിനൊപ്പം തന്നെ സംസ്ഥാന പോലീസ് പിടികൂടിയ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്കും CBI പോകുന്നു. ഇതിനൊപ്പം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകൾ, പണ ഇടപാടുകൾ, സ്വർണ്ണക്കടത്ത്, ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി എത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് സംസ്ഥാനം തന്നെ നിലവിൽ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്.
അന്വേഷിക്കുന്നു. സംസ്ഥാന പോലീസിന്റെ കൈവശം മാത്രം ഒതുങ്ങുന്നതല്ല ഈ കേസ്. മാത്രമല്ല 2021 ഇത്തരമൊരു സംഭവം ഉണ്ടായി, കേസ് രജിസ്റ്റർ ചെയ്തിട്ടും കാര്യമായ അന്വേഷണത്തിലേക്ക് പോകാൻ സംസ്ഥാന പോലീസിന് കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന പോലീസ് മേധാവി അതിന് കാരണമായി പറഞ്ഞത് പോലീസിന് പരിമിതികളുണ്ട്, കൂടുതൽ വിശദമായ അന്വേഷണം വേണ്ട കേസാണ്, സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം വേണ്ട കേസാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യം ആ ഘട്ടത്തിൽ സംസ്ഥാന പോലീസ് മേധാവി മുന്നോട്ട് വെച്ചിരുന്നതും. എന്നാൽ ഇപ്പോൾ അത് സർക്കാർ അംഗീകരിച്ചുകൊണ്ട് പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നു. CBI ഈ കേസ് അന്വേഷിക്കുന്നു. ഇതിനൊപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വിശദമായി ഇതിൽ അന്വേഷണം നടത്തുന്നു. ഈ പണമിടപാടുകൾ ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി അന്വേഷിക്കും. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഈ പണം പോയിട്ടുണ്ടോ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴി ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെ ഏതായാലും കേന്ദ്ര ഏജൻസികൾ കടക്കുകയാണ്. അത് സംസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഇതുവരെ നിയന്ത്രിച്ചു വന്നിരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് സംസ്ഥാനത്ത് ഇത്തരത്തിൽ ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിപ്പിച്ചവർ തന്നെയാണ് കർണാടക ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും ഇതിന് നേതൃത്വം നൽകിയത് എന്നത് ഏറ്റവും ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. നീലിമ. രാജീവ്, ഈ കേരളത്തിൽ നിന്ന് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴി കോളുകൾ നടത്തിയിട്ടുള്ളത് അത് ഏറ്റവും അധികം ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കുമാണ്. ആ രണ്ട് രാജ്യങ്ങൾ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലേക്കാണ് ഏറ്റവും അധികം ഇത്തരത്തിൽ ഫോൺ കോളുകൾ പോയിട്ടുള്ളത്. അതായത് ഇതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായ ചാരപ്രവർത്തനവും ഭീകരവാദ പ്രവർത്തനവും നടക്കുന്നു എന്നല്ലേ ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ ചെറിയ വളരെ പ്രാഥമികമായ അന്വേഷണം മാത്രമാണ് നടന്നിട്ടുള്ളത്. അതിൽ പോലും ഞെട്ടിക്കുന്ന വസ്തുതകളാണ് നമ്മുടെ മുന്നിലുള്ളത്. പാകിസ്ഥാനിലേക്ക് നിരന്തരം കോളുകൾ പോകുന്നു. ഇവിടെ കുടിയേറിയ ബംഗ്ലാദേശി തൊഴിലാളികളുടെ പേരിലൊക്കെയാണ് ഇത്തരത്തിൽ കോളുകളൊക്കെ പുറത്തേക്ക് പോകുന്നത്. അതടക്കം വലിയൊരു ശൃംഖലയെ കൂട്ടിക്കെട്ടാനുള്ള വളരെ കൃത്യമായ നീക്കം CBIയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്നതല്ലേ? തീർച്ചയായും ഏതായാലും ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സമാന്തരമായൊരു ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിപ്പിക്കുക, അത് ഏജൻസികൾ കണ്ടുപിടിക്കുക, കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വിശദമായി അന്വേഷണം നടത്തുക. മാത്രമല്ല നമുക്കറിയാം ഈ ചാരപ്രവർത്തനങ്ങൾക്കും മറ്റും എത്തുന്നവർ കൂടുതൽ എത്തുന്നതും കേരളത്തിലേക്കാണ്. അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമാണ് കേന്ദ്ര ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളൊക്കെ പുറത്തുവിടുകയും ചെയ്തത്. മാത്രമല്ല ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ കേരളത്തിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അത് രാജ്യത്തൊട്ടാകെ പ്രവർത്തനം കേന്ദ്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക, ആ രീതിയിലാണ് നിലവിലിപ്പോൾ ഇവിടെ പ്രവർത്തനങ്ങൾ നടന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഗൗരവത്തോടുകൂടി കേന്ദ്ര ഏജൻസികൾ കാണുകയും ചെയ്യുന്നത്. മാത്രമല്ല ഈ ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്കും അതുപോലെ തന്നെ ബംഗ്ലാദേശിലേക്കും ഒക്കെ ആളുകൾ തിരിച്ചും വിളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടും വിശദമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഈ എത്തിയ പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം തുടരുകയാണ് എന്നാണ് CBI ഉൾപ്പെടെ അറിയിക്കുന്നത്. നീലിമ. സംസ്ഥാനത്തെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് CBI ഒരുങ്ങുകയാണ്. വിവരങ്ങളാണ് R. രാജീവ് പങ്കുവച്ചത്.